എല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. lifestyledisorders.com-ൽ ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൈൽസ് എന്ന ഡിസീസിനെ കുറിച്ചാണ്. ഇതിന് ഇന്ന് നിലവിലുള്ള എഫക്റ്റീവായ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ഈ രോഗം ഇന്ന് വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒന്നാണ്. ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതും പെയിൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ഡിസീസ് ആണെന്നുള്ളത് ആർക്കും സംശയമില്ല. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള പൈൽസ് ആണ് ഉള്ളത്: പ്രൈമറി പൈൽസ് ആൻഡ് സെക്കൻഡറി പൈൽസ്. പ്രൈമറി പൈൽസ് നമ്മുടെ ആനസ് ഭാഗത്തുള്ള വെയിൻ ബഡ് ചെയ്ത് നമ്മുടെ മോഷൻസിനെ തടസ്സം സൃഷ്ടിക്കുകയും മോഷൻ പൂർണ്ണമായും പോയി തീർന്നിട്ടില്ല എന്ന തോന്നൽ രോഗികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ചിലർക്ക് മോഷൻ പോകുമ്പോൾ വേദന ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. സെക്കൻഡറി പൈൽസ് എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ വെയിൻ ബൾജായി പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇത് വളരെ പെയിൻഫുൾ ആയിരിക്കുകയും നമുക്ക് പുറത്തേക്ക് പോകുന്നതിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ളതുമായിരിക്കും. ഇങ്ങനെ പ്രധാനമായും രണ്ട് വിധത്തിലുള്ള പൈൽസാണ് കണ്ടുവരുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ചികിത്സാ രീതികളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അലോപ്പതിയിൽ പൈൽസ് രോഗത്തിനുള്ള ചികിത്സ വളരെ ലിമിറ്റഡ് ലെവലിലാണുള്ളത്. അലോപ്പതിയിൽ പലപ്പോഴും പൈൽസ് രോഗികൾക്ക് മലം ലൂസായി പോകുന്നതിനുള്ള ഒരു ലാക്സറ്റീവ്സ് കൊടുക്കുകയാണ് പതിവ്. ഇതിനോടൊപ്പം വേദന കുറയ്ക്കുന്നതിന് വേദന സംഹാരികളും നൽകി വരുന്നുണ്ട്. കൂടാതെ രണ്ടാമത്തെ പ്രധാന ഓപ്ഷൻ സർജറിയാണ്. സർജറിയിലൂടെ ആനസ് ഭാഗത്തുള്ള പ്രശ്നം പരിഹരിക്കാമെങ്കിലും ഒരു 6 മാസത്തിനുള്ളിൽ വീണ്ടും പൈൽസ് ഉണ്ടായേക്കാം. പൈൽസിന് സർജറി ചെയ്താലും റേറ്റ് ഓഫ് റിലാപ്സ് ഓർ റിക്കറൻസ് അഥവാ രോഗം വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൈൽസിന് എഫക്റ്റീവായ മെഡിക്കേഷൻസ് ഉള്ളത് പിന്നെ ആയുർവേദത്തിലാണ്. ആയുർവേദത്തിൽ പൈൽസ് ട്രീറ്റ്മെൻറ്റിന് ഇന്ന് ധാരാളം ഫോർമുലേഷൻസ് അവൈലബിൾ ആണ്. ഇവിടെയുള്ളൊരു ചെറിയ പോരായ്മ, ആയുർവേദത്തിലുള്ള ഒട്ടുമിക്ക പൈൽസിനുമുള്ള ഫോർമുലേഷൻസിൽ ഭസ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഈ മരുന്നുകൾ പൈൽസിനെ നിയന്ത്രിക്കാമെങ്കിലും മോഷൻ ശരിയാകുന്നതിന് പലപ്പോഴും ലെക്സറ്റീവ് ആയ ആവശ്യം ഉണ്ടാകും. ഭസ്മങ്ങൾ ചേർന്നിട്ടുള്ള ഫോർമുലേഷൻസ് തുടർച്ചയായി കഴിക്കുന്നത് പലപ്പോഴും പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ ആയുർവേദത്തിൽ തന്നെ ഭസ്മങ്ങൾ ചേരാത്ത ലെക്സറ്റീവ് വേണ്ടി വരാത്ത വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലേഷൻസും അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന പൈൽസ് രോഗികൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾക്കും മറ്റും lifestyledisorders.com-ന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com-ന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-ലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.